ഹായ് ഡേ ഇസ്ലാമിക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് റിസപ്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ ഇത് ഞാൻ മൊബൈലിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഫുൾ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ദാ നമ്മളങ്ങനെ ഇടുക്കിയിൽ നിന്ന് തിരുവനന്തപുരത്തോട്ടോ കേട്ടോ അവളെ കെട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ട് വന്നതാണ്. കല്യാണം കഴിഞ്ഞ് പിറ്റേന്നായിരുന്നു റിസപ്ഷന്. തിരുവനന്തപുരം നഗരൂർ ക്രിസ്റ്റൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നമ്മളെ റിസപ്ഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 9 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ബസ്സും അതുപോലെ തന്നെ ഒരു കാറിലായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1:30 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതാ നേരെ നമ്മളെ ഹോളിലോട്ട് കയറിയിട്ട്. അപ്പോൾ കയറുന്നിടത്ത് തന്നെ അവിടെ വെൽക്കം ചെയ്യാൻ ആളുകളും ഇതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മളിതാ ഡോറ് തുറന്ന് ഹാളിൻ്റെ ഉള്ളിലോട്ട് കയറി കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഈവനിങ് ആണ് റിസപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ ആയിരുന്നു കല്യാണം എന്തൊക്കെ ഇവിടെ ഇവരുടെ റിസപ്ഷനായിട്ട് നടത്താമെന്ന് വിചാരിച്ചിട്ട് ഈവനിങ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ആദ്യം വന്നതിനോലൊക്കെ ഫുഡ് കഴിച്ച് ബസ്സായിട്ട് ആദ്യം എത്തിയത്. ഞങ്ങൾ മോക്ക് സുഖമില്ലാത്തതൊക്കെ ഛർദ്ദിച്ച് എന്തൊക്കെ ആക്കി വന്നുകൊണ്ട് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അതിന് നേരെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം കേട്ടോ. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുകയാണേ. ഇതാ മോനിതാ എൻ്റെ നാത്തൂൻ്റെ ചെറിയ മോളിതാ. അപ്പോൾ ഇതാ കുറച്ച് ആൾക്കാർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ബൊഫേ രീതിയിലായിരുന്നു കേട്ടോ ഇവിടെ ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൈയൊക്കെ കഴുകി വന്നു, പ്ലേറ്റ് എടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം കേട്ടോ. ഞാൻ നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കടായി ഒക്കെ ആയിരുന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ കപ്പ, പത്തിരി, അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തായാലും നമുക്കും പോയി കഴിക്കാം. ഫുഡൊക്കെ കഴിച്ചപ്പോൾ തന്നെ നമ്മളെ ചെക്കനും പെണ്ണും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാരൊന്നും അവർ വന്ന ടൈമിൽ അങ്ങനെയൊന്നും ഹാളിൽ ആളില്ലായിരുന്നു കേട്ടോ. കാരണം ഇവിടുത്തെ ഫംഗ്ഷൻ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളെ ചെറുക്കന്, തിരുവനന്തപുരംകാരനാണ്. ഇത് എൻ്റെ നാത്തൂനാണ് കേട്ടോ. അപ്പോൾ ഇത് ചെറുക്കൻ്റെ ബാക്കിയുള്ള ആൾക്കാരാണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരം അടക്കം നിന്ന് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ പുറത്തിതാ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചായയും കടിയും ഇതൊക്കെ ആയിട്ട്. ഇത് എൻ്റെ അമ്മാവനും അമ്മായും അതുപോലെ ഉപ്പായും ഉമ്മായും കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് തന്നെ ഉള്ള ഒരു ഏരിയ ആണ് കേട്ടത്. നല്ല ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സോഫാ സെറ്റും വാങ്ങോട്ടും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും കുറച്ച് നേരം പോയിരുന്നു. ചായയൊക്കെ പുറത്ത് പോയി ചായയൊക്കെ കുടിച്ചിട്ട് ഇതാ നമ്മൾ വന്ന് ഫാമിലി ആയിട്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാ മോന് ഫോട്ടോ എടുക്കാൻ അയക്കുന്നില്ല. അവനിങ്ങനെ എല്ലായിടത്തും കയറി ഇതായി നിൽക്കുക കേട്ടോ. അപ്പം ഓരോ സെക്ഷനായിട്ട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ. അതിൻ്റെ മുന്നേ ചെറുക്കൻ്റെ വീട് പോയി കണ്ട് നമുക്ക്. അപ്പോൾ അതാ നമുക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ ചെറുക്കൻ്റെ വീട് കാണാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കല്യാണത്തിന് ഇതുപോലെ നടന്നൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, എടുത്ത കല്യാണമൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതാ അതുപോലെ ഞങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വീട് കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതാ നമ്മൾ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞതാ ഞങ്ങൾ ഏകദേശം വീട്ടിന് അടുത്തെത്താറായിട്ടോ. ഈ പള്ളിയുടെ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പോകാനുള്ള. അപ്പോൾ ഇതാ നമ്മൾ എന്തായാലും കുറച്ച് ദൂരം നടന്നിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളിതാ അതുപോലെ വീടൊക്കെ എത്തി. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ കണ്ടു. വീടൊക്കെ എല്ലാവരും ചുറ്റി കാണാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ ഇതാണ് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്. അപ്പോൾ അങ്ങനെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവർക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ മേലെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആയിട്ടത് കണ്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.